പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീക്ക്നെസ് ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിനാൻഷ്യൽ സിസ്റ്റവും എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ വീക്ക്നെസ് ആണ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഹാസ് ഗ്രോൺ സിഗ്നിഫിക്കൻറ്റ്ലി ഓവർ ദ ഇയേഴ്സ് ബട്ട് സെവറൽ ചാലഞ്ചസ് ആൻഡ് വീക്ക്നെസ് പെർസിസ്റ്റ് ഇൻഡറിംഗ് ദ ഒപ്റ്റിമൽ പെർഫോമൻസ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വളരെ ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ട്, പക്ഷെ അതിന് പല ചലഞ്ചസ് ഉണ്ട്, വീക്ക്നെസ്സുകൾ ഉണ്ട്. അത് അതിന്റെ പെർഫോമൻസിനെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ദിസ് വീക്ക്നെസ് ഇമ്പാക്ട് ദ എഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓവറോൾ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലെയും ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത്, അതിനുള്ള പ്രധാന കാരണം ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. A significant portion of the population, especially in rural area, remain outside the formal financial system. ഇന്ത്യയിലെ പല മേഖലകളിലും ഉള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ അവിടെ പല മേഖലകൾക്കും ഇപ്പോഴും ഫിനാൻഷ്യൽ സിസ്റ്റം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സർവീസ് ഇല്ലാത്ത ഏരിയകളുണ്ട്. ഇന്ത്യയിലെ പല റൂറൽ ഏരിയയിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാത്തവരുണ്ട്. ഇപ്പോഴും ഈ അടുത്ത് വരെ ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള പോളിസികളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇവർക്കൊന്നും ഫിനാൻഷ്യൽ സിസ്റ്റം ലഭ്യമല്ലാത്തത് ഔട്ട്സൈഡിലാണ് ഇവരുള്ളത് കൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ വീക്ക്നെസ് ആയിട്ട് മുന്നോട്ട്. രണ്ടാമത്തെ, ലോ ഫിനാൻഷ്യൽ ലിറ്ററസി. മെനി ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് ലാക്ക് നോളജ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. കുറെ ആളുകൾക്ക് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് വളരെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റും സർവീസസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. വളരെ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മളെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇല്ല എന്ന് പറയാറുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ്. High level of non-performing asset in bank, especially public sector banks, weaker their ability to lend. എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റുകൾ ഇപ്പോഴും ബാങ്കുകളുണ്ട്, എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ബാങ്ക്. അതെന്ത് ചെയ്യും? അത് ലെൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇൻഎഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ. ഫണ്ട് ആർ നോട്ട് ആൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ് ഡ്യൂ ടു പുവർ ഗവേണൻസ് ആൻഡ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഫണ്ട് നമുക്ക് എല്ലായ്പ്പോഴും മോസ്റ്റ് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പുവർ ഗവേണൻസും അതേപോലെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയും. അപ്പൊ റിസോഴ്സ് അലോക്കേഷൻ എഫിഷ്യന്റ് ആയിട്ടല്ല നടക്കുന്നത്. അണ്ടർ ഡെവലപ്ഡ് ബോണ്ട് മാർക്കറ്റ്. ഇന്ത്യസ് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് ഈസ് റിലേറ്റീവ്ലി അണ്ടർ ഡെവലപ്ഡ് കമ്പയർഡ് ടു ഇസ് ഇക്വിറ്റി മാർക്കറ്റ്. ഇന്ത്യയിലെ ഇക്വിറ്റി മാർക്കറ്റിനെ കമ്പയർ ചെയ്തിട്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ അതൊരു അണ്ടർ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് അത് ഒരു തടസ്സമായിട്ടുണ്ട്. ഐ ഡിപ്പെൻഡ്സ് ഓൺ ബാങ്കിങ് സെക്ടർ. ദ ഫിനാൻഷ്യൽ സിസ്റ്റം റിലൈസ് ഹെവിലി ഓൺ ദ ബാങ്കിങ് സെക്ടർ വിത്ത് ലെസ് എംഫസിസ് ഓൺ ക്യാപിറ്റൽ മാർക്കറ്റ് അതർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറ്റു മേഖല ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓവർ റെഗുലേഷൻ ആൻഡ് ബ്യൂറോക്രസി. മൾട്ടിപ്പിൾ റെഗുലേറ്ററി ബോഡീസ് RBI, SEBI, IRDA sometimes create overlapping regulation and delays. ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ചുവപ്പ് നാടയിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡി ഉള്ളത് കൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന പല റൂളുകളും ഓവർലാപ്പിംഗ് ആണ്. അത് പലതിനും തടസ്സമാണ്. ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഎഫിഷ്യന്റ് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയ ലിമിറ്റ് ഫിനാൻഷ്യൽ സർവീസ് ഡെലിവറി. ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇപ്പോഴും അവൈലബിൾ അല്ല. പല മേഖലകളിലും ബാങ്കിങ് സർവീസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് ഈ ഫിനാൻഷ്യൽ സർവീസ് എല്ലാവരിലേക്കും എത്തുന്നതിന് തടസ്സമാണ്. ഷാഡോ ബാങ്കിങ് ഇഷ്യൂസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ബട്ട് ആർ ഓഫൺ അണ്ടർ റെഗുലേറ്റഡ്. പല നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്, NBFC. അത് ഒരു സിഗ്നിഫിക്കന്റ് റോൾ ഇന്ത്യയിൽ വഹിക്കുന്നുണ്ട്, പക്ഷേ അതൊരു അണ്ടർ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ലാക്ക് ഓഫ് റോബസ്റ്റ് ക്രെഡിറ്റ് അസസ്മെന്റ്. വീക്ക് ക്രെഡിറ്റ് അപ്രൈസൽ മെക്കാനിസം ലീഡ്സ് ടു ബാഡ് ലോൺ ആൻഡ് ഫിനാൻഷ്യൽ ഫ്രോഡ്. അത് വീക്ക് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് അപ്രൈസൽ മെക്കാനിസമാണ് ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ആളുകൾ ബാഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരിച്ചടക്കാതൊക്കെ വരും. ഫിനാൻഷ്യൽ ഫ്രോഡിലേക്കൊക്കെ ഇത് നയിക്കുന്നുണ്ട്. ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഇക്വിറ്റി ആൻഡ് ബോണ്ട് മാർക്കറ്റ് റിമെയിൻ ലോ. ഇക്വിറ്റി ആൻഡ് ബോണ്ട് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്മെന്റ് ഈസ് uneven across state with urban areas having better access than rural area. ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്മെന്റ് ആണ് ചില ഏരിയയിൽ ഡെവലപ്ഡ് അല്ല. അത് തന്നെ ഒരു റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇതിലുണ്ട്.
cyber security and fraud risk. Increase in digitalization has led to rise cyber threats and fraud cases. നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ ഈ അടുത്ത് ഒരു കാനഡയിലുള്ള കമ്പനി ഇന്ത്യയിൽ ഒരു ട്രേഡ് AI ട്രേഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ മലയാളികളൊക്കെ നിക്ഷേപിച്ചിരുന്നു. ആദ്യത്തിലൊക്കെ പ്രോഫിറ്റ് ഒക്കെ കൊടുത്തു, പിന്നീട് ഇവരെല്ലാവരുടെയും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിപ്പോയി. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ഫ്രോഡ് റിസ്കുകൾ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്. പബ്ലിക് സെക്ടർ ബാങ്ക് ഓഫൻ ഫേസ് പ്രഷർ ടു പ്രൊവൈഡ് ലോൺ ഫോർ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് പ്രോജക്റ്റ്. ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ വളരെ കൃത്യമായിട്ട് പബ്ലിക്കലി മോട്ടിവേറ്റഡ് പ്രൊജക്റ്റുകൾക്ക് ലോൺ കൊടുക്കണം എന്നുള്ള ഒരു പ്രഷർ വരും. അത് തന്നെ വളരെ കൃത്യമായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആക്കണം എന്നില്ല. സ്ലോ ലീഗൽ ആൻഡ് റിക്കവറി പ്രോസസ്. ഇൻഎഫക്റ്റീവ് റിക്കവറി മെക്കാനിസം ഫോർ ബാഡ് ലോൺ. ബാഡ് ലോൺ തിരിച്ചെടുക്കുന്നതിനുള്ള റിക്കവറി മെക്കാനിസം എഫക്റ്റീവ് അല്ല. ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.